രാവിലെ കുറച്ച് ചാളമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും ആദ്യമൊക്കെ അങ്ങ് സ്കൂളിൽ പോയതുകൊണ്ടും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഞാൻ വൈകുന്നേരം കുറച്ച് അധിക സമയം കയറി കിടന്ന് ഉറങ്ങിയിട്ടാട്ടോ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ക്ഷീണമാണ് ആ മുഖത്ത് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയും തണുപ്പായിരുന്നു. അപ്പോൾ ഇത്തിരി നേരം നല്ല മൂടി പൊതിച്ച് കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് ഇപ്പോൾ ഞാൻ ചാളയൊക്കെ വന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അവിച്ചെടുക്കാനാട്ടോ വിചാരിക്കുന്നത്. അതിൻ്റെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുകയാണ്. ചെറിയ ഉള്ളി ഓൾറെഡി ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആദിക്ക് കഴിക്കാൻ പൊറോട്ട വേണമെന്ന് പറഞ്ഞു കേട്ടോ. അത് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ സന്തോഷമാണ് ആ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ തൊലിച്ച് വെച്ചിരുന്ന സംഭവം എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തിട്ട് 2 വലി വലിക്കുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആവും. ഇനി അരിഞ്ഞും പിടിച്ചു നിൽക്കാനായിട്ടുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മീൻ ഏതെന്ന് വെച്ചാൽ ഈ ചാളയാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് കട്ട് ചെയ്യാനും കറി വെക്കാനും ഒന്നും എനിക്കിഷ്ടമല്ല. ആകെ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെ അവിച്ചെടുത്താൽ മാത്രമാണ് കഴിക്കുന്നത്. എല്ലാവരും പറയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണെന്ന്. എനിക്കെന്തോ സത്യത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആകെ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെ അവിച്ചാൽ മാത്രം കഴിക്കും. അത് ഞാൻ ഏകദേശം ഒരു +2 എങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കണക്ക് അമ്മ കറിയൊക്കെ വെക്കാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമ്മളിത് കഴിക്കത്തില്ല. കറിയുടെ മറ്റേ ചാറ് മാത്രം കൂട്ടി ചോറ് തിന്നും. അങ്ങനെ ഒരു ദിവസം അമ്മ ഇതേ കണക്ക് ഒരു ഞായറാഴ്ചയായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇതേ കണക്ക് അവിച്ച് തന്നിട്ട് അതിൻ്റെ കൂടെ മറ്റേ ചീനി പുഴുങ്ങിയതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. തന്നപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. കിടിലെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റായിരുന്നു. നല്ല മണമുള്ള പച്ചമുളകൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ച്. അപ്പോൾ അതിന് ശേഷം തൊട്ട് എനിക്ക് അഥവാ ഇത് എപ്പോഴെങ്കിലും മേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കണക്കങ്ങ് അവിച്ചെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. അല്ലാത്ത സമയത്ത് ജസ്റ്റ് കറി വെക്കുകയാണെങ്കിൽ കറിയുടെ കറി മാത്രം കൂട്ടി തിന്നും, മീനെടുത്ത് കഴിക്കത്തില്ല. പിന്നെ ആദിക്കൊക്കെ കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ആദ്യം കഴിക്കും. പിന്നെ ആദിക്കും ആരും ഇത് ഇങ്ങനെ അവിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇതിനെക്കാട്ടും ഇഷ്ടം അവർക്ക് പൊരിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അവർക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് 2-3 മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പരിഞ്ഞിലൊക്കെ നല്ല കട്ടിക്ക് ഇരിപ്പുണ്ട് കേട്ടോ, നല്ല വലുതായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം കിട്ടുന്ന മീനകത്തൊക്കെ ഓൾറെഡി എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി അടച്ചു വെച്ചിട്ട് ഇനി ഇപ്പം ആരുവിനും ആദ്യമുള്ള മീൻ ഫ്രൈ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എണ്ണയിലേക്ക് കുറച്ചധികം കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും കറിവേപ്പിലയൊക്കെ വാരി ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടെ കറിവേപ്പില മരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ പിച്ചിടുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല പരിഞ്ഞിലുണ്ടെന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞാൽ അതൊന്ന് സെപ്പറേറ്റ് പൊരിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പൊരിക്കുന്നതിനകത്തും കൂടെ അത് കുറച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതിവിടെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ കൂടെ വേറൊരു കറിയും കൂട്ടി ചോറ് തിന്നാൻ ഇഷ്ടമല്ല. ഇതിൻ്റെ ആ അരപ്പ് മാത്രം കൂട്ടി ഇങ്ങനെ ചോറ് വയ്ക്കാനാട്ടോ ഇഷ്ടം. നല്ല സൂപ്പർ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ